ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചും ഇസ്രയേലിനെ കടന്നാക്രമിച്ചും അറബ് ഇസ്ലാമിക് ഉച്ചകോടി സമാപനത്തിലേക്ക് മധ്യസ്ഥ രാജ്യത്തെ ആക്രമിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന നടപടിയാണെന്ന് സംയുക്ത പ്രസ്താവന. അറബ് സൈനിക സഖ്യത്തെക്കുറിച്ച് പക്ഷേ സംയുക്ത പ്രസ്താവനയിൽ പരാമർശമില്ല. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ഉച്ചകോടിക്ക് സമാപനമാവുകയാണ്. അതിൽ നേരത്തെ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. നാറ്റോ മോഡലിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് സൈനിക സഖ്യം വേണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളിൽ ഏത് തരത്തിലുള്ള തീരുമാനം രൂപപ്പെടുന്നു? സംയുക്ത പ്രസ്താവനയുടെ ഉള്ളടക്കം എന്താണ് ജിഷ്ണു? നോക്കൂ റിജിത്ത്, അങ്ങനെ ലോകം മുഴുവൻ കാത്തിരുന്ന ഉറ്റുനോക്കിയ ഖത്തർ ഉച്ചകോടി അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സംയുക്ത പ്രസ്താവനയിലേക്ക് രാജ്യങ്ങൾ കടന്നിരിക്കുന്നു. സംയുക്ത പ്രസ്താവനയിൽ നമ്മൾ കാത്തിരുന്നതുപോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നതുപോലെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു സൈനിക സഖ്യം, ഒരു നാറ്റോ മോഡൽ സൈനിക സഖ്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടത്, നേരത്തെ തന്നെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ്, അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2020 ഒപ്പുവെച്ച അബ്രഹാം അക്കോർഡ്സ് ആണ്. അബ്രഹാം ഉടമ്പടി പ്രകാരം ഇസ്രയേലുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അറബ് രാജ്യങ്ങൾക്ക് ബന്ധമുണ്ട്. ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ, ഉച്ചകോടിയിൽ ഈ രാജ്യങ്ങൾ പങ്കെടുത്ത ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഈ അബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമല്ലാത്ത, അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമല്ലാത്ത സൗദി അറേബ്യ വഴി ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ നടന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട രണ്ട് നിരീക്ഷണങ്ങൾ ഈ പ്രസ്താവനയിലുണ്ട്. അതിലൊന്ന്, നേരത്തെ തന്നെ പലസ്തീൻ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസ് പറഞ്ഞൊരു കാര്യമാണ്. അത് 1967 പലസ്തീൻ അതിർത്തി മനസ്സിലാക്കി അത് അംഗീകരിച്ച് ഇസ്രായേലി സൈന്യം യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോകണം, അതിന് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകണമെന്നൊരു ആവശ്യം പലസ്തീൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ആവശ്യം സംയുക്ത പ്രസ്താവനയുടെ ഭാഗമായിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഒരു യൂണിഫൈഡായ, ഒരു കലക്റ്റീവായ ഒരു പ്രതികരണമാണ് ഈ സാഹചര്യത്തിൽ, ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്ന പരാമർശം കൂടി വരുന്നുണ്ട്. എന്നാൽ അതൊരു സൈനിക സഖ്യം എന്ന രീതിയിലേക്ക് അത് മാറിയിട്ടില്ല. എന്നാൽ നിയമവിരുദ്ധവും ഭീരുത്വവും നിറഞ്ഞതുമായ ഇസ്രായേലിന്റെ നീക്കത്തിൽ പൂർണ്ണമായും അപലപിക്കുന്നു എന്ന് രാജ്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ഖത്തർ അടുത്ത പടി എന്തെടുക്കണം, അല്ലെങ്കിൽ ഖത്തർ ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങണം എന്ന കാര്യത്തിൽ, ഖത്തറാണ് ആക്രമണം നേരിട്ടത്, ഖത്തർ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന കാര്യത്തിൽ പൂർണ്ണമായും അത് തീരുമാനിക്കാനുള്ള അധികാരം ഖത്തറിന് തന്നെ വിട്ടു നൽകുകയാണ് അറബ് രാജ്യങ്ങൾ. ഖത്തർ എന്ത് തീരുമാനിച്ചാലും അതിന് പൂർണ്ണ പിന്തുണയുമായി തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുകൂടി നൽകുകയാണ് മറ്റ് രാജ്യങ്ങൾ. അങ്ങനെ അവസാനം ഖത്തർ ഉച്ചകോടി അവസാനിക്കുകയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഇസ്രയേൽ സന്ദർശനം തുടരുകയാണ്. ഇന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴെല്ലാം അവർ ഇസ്രയേലും അമേരിക്കയും പരസ്പരം സംരക്ഷിക്കും എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. അപ്പോൾ ഒരു സമവായത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്, ഒരു നയതന്ത്ര സമ്മർദ്ദത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. ഒരു സൈനിക സഖ്യത്തിന്റെ ഒന്നും സാധ്യത ഇനി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റീജിത്ത്, ശരി. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഉച്ചകോടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.